2015 പകുതിയോടുകൂടിയാണ് നമ്മുടെ കയ്യിലേക്ക് മുയലുകൾ വരുന്നത്. ആദ്യം വന്ന മുയലുകൾ രണ്ടും കുളിപ്പിച്ചത് കാരണം ചത്തുപോയി. പിന്നീട് വാങ്ങിയ ആ 2 മുയലുകൾ എന്തായി എന്ന് വെച്ച് കഴിഞ്ഞാൽ നായ് പിടിച്ചു. പിന്നെ വാങ്ങിയ 5 മുയലുകളാണ് ഈ കാണുന്നത്. അന്നെങ്ങനെയാണ് മുയലുകളെ പോറ്റേണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു ഇലക്ട്രീഷ്യൻ്റെ കയ്യിൽ നിന്നും പിന്നെ നമ്മളെ ഏട്ടൻ്റെ മോൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നുമായിരുന്നു മുയലുകളെ കിട്ടിയിരുന്നത്. അപ്പോൾ എങ്ങനെയാണ് വളർത്തേണ്ടതെന്ന് അറിഞ്ഞു. അങ്ങനെ അത് തമ്മാമിൽ തന്നെ കടിപിടി കൂടി അതിൻ്റെ മേത്തൊരു മുറിവൊക്കെ ഉണ്ടായി. അങ്ങനെ പിന്നെ എനിക്ക് ഖത്തറിലേക്ക് പോകേണ്ട ഒരു ഓഫർ കിട്ടിയ സമയത്ത് ഞാൻ എന്താക്കി, ഇതിനെല്ലാം കൂടി OLX-ലിട്ട് നിലമ്പൂരുള്ളൊരു ചങ്ങായി വന്നിട്ട് ഇതിനെ 5 എണ്ണത്തിനെ വാങ്ങി. വലിയൊരു നഷ്ടമില്ലാത്ത രീതിയിൽ അതിനെ കൊടുത്തു. കാരണം ഞാൻ വാങ്ങിയ വില എനിക്ക് കിട്ടി. ആ ഒരു രീതി കൊടുത്തു. പിന്നെ ഇതെങ്ങനെയാണ് ഇണ ചേർക്കേണ്ടത്, എങ്ങനെയാണ് വളർത്തേണ്ടതെന്നൊന്നും ഒരു ABCD എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് നല്ല മുയലുകളായിരുന്നു അന്ന് കിട്ടിയ ആ 2 വലിയ മുയലുകൾ, കളറുള്ള. ഞാൻ വിചാരിച്ചു അതാണ് മോശം, വെള്ളമാണ് നല്ലതെന്ന് വിചാരിച്ചു. വെള്ള എന്താണ് മോശമായിരുന്നു. പിന്നെ ഞാൻ കുറ്റ്യാടിയിൽ നിന്ന് ഇറക്കിയ മുയലുകളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് എൻ്റെ അടുത്ത് അന്ന് വന്ന വലിയ ആൺമുയലായിരുന്നു. ഇതായിരുന്നു നമ്മളെ പാരൻറ്റ് സ്റ്റോക്ക്. ഇത് സോവിയറ്റ് ജിഞ്ചില ഇനത്തിൽപ്പെടുന്ന ക്രോസ് ബ്രീഡ് മുയലാണ്. ഏകദേശം ഇതേ നിറമാണ് സോവിയറ്റ് ജിഞ്ചിലക്ക് വരിക. അപ്പോൾ ഇതിൻ്റെ കളറിൻ്റെ പ്രത്യേകത കൊണ്ടാണ് ചിഞ്ചില എന്നുള്ള പേര് വരുന്നത്. റഷ്യൻ ബ്രീഡാണ് സോവിയറ്റ് ജിഞ്ചില എന്ന് പറയുന്നത്. അതിൻ്റെ ഒറിജിനൽ നമുക്കിവിടെ കിട്ടാനില്ല. ഇത് അതേപോലെ ഡച്ച് ക്രോസ് ബ്രീഡാണ്. അപ്പോൾ ഇത് നമ്മളൊരു പെൺമുയലായിരുന്നു, നമ്മുടെ അടുത്തുണ്ടായിരുന്ന ഒരു പെൺമുയലായിരുന്നു ഇത്. പിന്നെ അതിന് ശേഷം നമ്മുടെ അടുത്തുണ്ടായിരുന്ന വേറൊരു പെൺമുയലാണ് ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഈ കറുപ്പ് മുയൽ. ഇപ്പം വരും, നമുക്ക് കാണാം. അതും ഇതേപോലെ നല്ല എന്താ പറയുക, കുട്ടികളെ കെയർ ചെയ്യുന്ന നല്ല അടിപൊളി മുയലായിരുന്നു. ഇതാ ഈ മുയൽ, ഇത് നല്ല അടിപൊളി മുയലായിരുന്നു. ഇത് ബ്ലാക്ക് ജയൻ്റ് എന്നൊക്കെ വിളിക്കും. അതിൻ്റെ ഒരു ക്രോസ് ബ്രീഡാണ്. നല്ല മുയലായിരുന്നു. കുട്ടികളെ നല്ലോണം തരികയും നല്ലോണം പരിപാലിക്കുകയൊക്കെ ചെയ്യുന്ന നല്ല മുയലായിരുന്നു. അങ്ങനെ ഈ 3 പാരൻറ്റ് സ്റ്റോക്കിന് വെച്ചായിരുന്നു പിന്നെ നമ്മുടെ മുയൽ വളർത്തൽ തുടങ്ങിയിരുന്നത്. ഈ ടൈം ആകുമ്പോഴേക്കും ഞാൻ ഏകദേശം മുയലിനെ പറ്റി എല്ലാ കാര്യങ്ങളും പഠിച്ചു. എല്ലാ കാര്യങ്ങളും പഠിച്ചെന്ന് ഒരുവിധം കാര്യങ്ങളൊക്കെ പഠിച്ചു. എങ്ങനെ ക്രോസ് ചെയ്യേണ്ടതെന്നും എങ്ങനെ വളർത്തുന്നു. അങ്ങനെ ഫസ്റ്റ് ഇറങ്ങിയ കുട്ടികളാണിത്. അപ്പോൾ ഇത് ഞാൻ കൊടുത്ത ആൾക്കാരെ ഫോട്ടോസാണ്. ഞാൻ മുയലിനന്ന് കച്ചവടം ചെയ്ത ആൾക്കാരെ ഫോട്ടോസാണ്. നമ്മുടെ അടുത്ത് വന്ന കസ്റ്റമേഴ്സാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോസ്. അന്ന് ഇറങ്ങിയ മുയൽക്കുട്ടികളാണ് ഇതൊക്കെ. പിന്നെ വീണ്ടും കുറേ മുയൽക്കുട്ടികളും കാര്യങ്ങളൊക്കെ വന്നു. അന്നപ്പോൾ നമ്മുടെ അടുത്തുള്ള